ഹലോ ഗായ്സ്, ഒരു കുട്ടി മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മിനി വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഫുഡ് അടിയാണ് കേട്ടോ. ഇത് കോഴഞ്ചേരി തിരുവല്ല പോകുന്ന റൂട്ടിലുള്ള ഹൈവേ റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കേഴ്സാണ്. ഇത് നമ്മൾ വേറൊരാൾ പറഞ്ഞ് അങ്ങനെ കേട്ട് വന്ന് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടുത്തെ ചട്ടിച്ചോറ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഉണ്ട്, ബേക്കറിയും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ പാകമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിരുന്നു. അപ്പം അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അങ്ങനെ ചട്ടിച്ചോറിന് നമ്മൾ ഓർഡറും കൊടുത്തു. അങ്ങനെ ചട്ടിച്ചോറ് വന്നാച്ച് ഗൈസ്. അയ്യോ, ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഇതെങ്ങനെ കഴിക്കണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കാൻ പോകുന്നത്. സാധാരണ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ എന്നാലും ഒരു ചട്ടിയിൽ വെച്ച് ഇതെല്ലാം കൂടി ഇങ്ങനെ കുഴച്ചെടുത്ത് കഴിക്കുമ്പോൾ അത് വേറൊരു പ്രത്യേകതയല്ലേ. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രാണനാണെങ്കിൽ ക്ഷമ കെട്ട് നിൽക്കുകയായിരുന്നു. കാരണം ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്, ഇതെല്ലാം കൂടി എടുത്ത് നമുക്കൊന്ന് കുഴച്ചിട്ട് വേണ്ടേ വയലോട്ടിടാൻ. അങ്ങനെ പ്രാണായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ ക്ഷമ കെട്ടിട്ട് ലാസ്റ്റിൽ ഞാനിതൊന്ന് വയലോട്ടൊന്ന് വെച്ചപ്പോഴുണ്ടല്ലോ, എൻ്റെ ദൈവമേ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അധികം ചവയ്ക്കേണ്ട ഒന്നും വന്നില്ല ഗൈസ്, അത് തന്നെ അങ്ങ് ഇറങ്ങിപ്പോയി. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. മീൻകറിയൊക്കെ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂട്ടാനൊക്കെ രണ്ടാമതും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോറ് മൊത്തത്തിൽ ഫിനിഷാക്കാൻ പറ്റില്ല. അത് ആദ്യമേ എനിക്കറിയായിരുന്നു ഫിനിഷാക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഞാനും മമ്മിയും ചോറ് കുറച്ച് ബാക്കി വെച്ചു. പക്ഷേ രാഹുൽ നല്ല അടിപൊളിയായിട്ട് ചട്ടി നല്ല വൃത്തിയാക്കി കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.